ഇപ്പോൾ നമ്മൾ പെട്രോൾ സ്റ്റേഷനിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ സ്പ്രൈറ്റും കുടിച്ചിരിക്കുകയാണ്. അവനൊക്കെ അവൻ കോക്കോളയും കുടിച്ചിരിക്കുകയാണ്. ഗായ്സ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എല്ലാവരും മിക്കവരും ഉറക്കമൊക്കെ ആയി. സമയം അവിടെ ഇത് കാണിക്കുന്നുണ്ട് 10:30 ആറായി. 10:30 ചിലപ്പോൾ ഫുള്ള് കൺഫ്യൂഷനാണ്. ഇവർ സീറ്റ് ഇങ്ങനെ ഇട്ടേക്കണ കാരണം എനിക്ക് ഇരിക്കാനും പറ്റില്ല. അപ്പം ഞങ്ങൾ തായ്ഫിലെത്തിട്ടോ. നമ്മൾ ഈ ഹറാമിൻ്റെ കുളിക്കാനും ദെൻ ഫ്രഷ് ആവാനൊക്കെ വന്നതാണ്. ടോയ്ലറ്റ് ഒന്നും ഓപ്പൺ അല്ല. സോ ഞാൻ ഈ പാണ്ടക്കെട്ടും തള്ളിപ്പിടിച്ച് നടക്കുകയാണ്. ഇതിന് ഫുള്ള് വറ്റം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു ബാക്കിലുണ്ട്, ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഫൈനലി വി ഫൗണ്ട് ദ ടോയ്ലറ്റ്. അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇഹ്റാമിൻ്റെ സുന്നത്തൊക്കെ സ്കിച്ച് ന്യൂ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി ബസ്സിലേക്ക് ഇറക്കുകയാണ്. സോ പിന്നെ ആ റൂമിലെത്തിയിട്ട് കാണാം. സോ എല്ലാവരും ബസ്സിലൊക്കെ കയറി ഇനി നേരെ മക്കത്തേക്ക്. അൽഹംദുലില്ലാ അങ്ങനെ അങ്ങ് ഉംറയൊക്കെ കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ ഇനി റൂമിലേക്ക് പോവുകയാണ്. ആ കാണുന്നത് ടവർ ക്ലോക്കാണ്. വെള്ളം കുടിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. കുറേ കുടിച്ചു, ഒന്നും കൂടി കുടിക്കാം നമുക്ക്. കാണുന്ന ബിൽഡിങ്ങിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ഇന്ന് കുറച്ചധികം നടക്കാം നമുക്ക് റൂമിലേക്ക്. നല്ല വെയിലുണ്ട്. ഇവൻ ഒത്തിപ്പിടിച്ചാണ് നടക്കണേ. ലൊക്കേഷൻ നോക്കി ഞങ്ങൾ നടക്കുകയാണ്. ലൊക്കേഷൻ വന്നപ്പോൾ റൂമിൽ വന്നപ്പോൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കി ഇറക്കുകയാണ്. ലൊക്കേഷന് കിട്ടാൻ തോന്നുന്നില്ല, കിട്ടണില്ല. റേഞ്ച് കുറവുണ്ട്. റേഞ്ച് അല്ല, ബ്രൈറ്റ്നെസിന്റെ പ്രശ്നമാണ്. വെയിലുണ്ട്, ചൂടും ഉണ്ട്. ഇപ്പം അധികം ടാക്സികളും ഇവിടെ നമുക്ക് കാണാം. നല്ല ഇവിടെയും പ്രാവുകൾ ഉണ്ട്. പ്രാവല്ല, പീജിയനാണത്, പീജിയൻ. മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങ് നടക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ കുറേ ബസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറേ ടാക്സി ഉണ്ട്. എന്നിട്ട് ടാക്സി വേണമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. ആ വണ്ടിക്കാരൻ ടാക്സി വേണമെന്നാണ് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടാത്ത ഞങ്ങൾ നോ പറഞ്ഞു. ദെൻ കണ്ട ഇവിടെ കണ്ടോ കുറേ ആൾക്കാർ ടാക്സി ഇവിടെ ഉണ്ട്. റൂമിലേക്ക് പോകാൻ ഇവിടുന്ന് കുറച്ച് അധികം ദൂരമുണ്ട്. ഞങ്ങൾ ഹറമയിൽ നിന്ന് കുറച്ചധികം നടന്നു. പക്ഷേ ക്ലോക്ക് ടവർ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഞങ്ങൾ അത് നോക്കി വരെയിരുന്നു. ഇവിടെ എവിടെ നോക്കിയാലും പീജിയൻസിനെ കാണാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീജിയൻസ്. അപ്പോൾ വരുമ്പോൾ അതിങ്ങനെ എന്താ ഓടിപ്പോവും. കണ്ട അവൻ പതിയെ പോണാറുണ്ട് നീങ്ങി കൊടുക്കണത്. നല്ല രസമാണ്. അവനിവിടെ ഇരുത്തായി. ഞങ്ങൾ വിജയിച്ച ബിൽഡിംഗ് അല്ലായിരുന്നു, എനിക്ക് തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് ആയിരുന്നു. ഉമ്മയും അമ്മച്ചും ബാക്കിൽ നടന്നു വന്നു. കുറച്ചുകൂടി നടക്കണമായിരുന്നു. ഞങ്ങൾ ആവശ്യതേ എന്താണ് ഹോട്ടലിൽ നിന്ന് പറയുന്നത്, സ്റ്റെപ്പ് കയറണം. അതാ തവാഫ് ചെയ്ത് സയ്യ ചെയ്തെല്ലാം കടന്ന് കാലൊക്കെ സൂപ്പറായിട്ട് വേനെടുക്കുന്നുണ്ട്. ഗൈസ് ഞങ്ങൾ ഇപ്പോൾ ഹറമിലാണ്. ഞങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മിസ്സായിപ്പോയി, എന്നെ മിസ്സായിപ്പോയി. അല്ല ഞങ്ങൾക്ക് ഒരുമിച്ച് വന്നതാണ്. ഞാൻ കയറിയപ്പോൾ തന്നെ വേ ക്ലോസ് ചെയ്തു. സോ അവിടുത്തെ എൻട്രി നിന്ന് ഞാൻ എന്തോരം നടന്നറിയാമെങ്കിൽ കുറേ നടന്ന് 25ാമത്തെ ഗേറ്റിന് ശരിക്കും. ഇപ്പം ഞാൻ ഇവിടെ ഉഗാണ്ടയിലാണ്. എനിക്ക് എൻ്റെ അറിഞ്ഞൂടെ ഞാനിപ്പോൾ എവിടെയാണെന്ന്. എത്ര നടന്നാവോ ഹല്ല. ഇനി ഏത് വഴിയാണ് പോകണ്ടേന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. നേരെ പോവാം. ഒരു 10-20 കിലോമീറ്ററിൽ ഞാനിവിടെ നടന്നിട്ടുണ്ടാവും. മിസ്സായിപ്പോയി. പിന്നെ എൻ്റെ ഒരു ഫോണുണ്ട്, പക്ഷേ അതിൽ വിളിക്കാൻ പറ്റില്ല. അതാണ് ഞാനിവിടെ കുറേ ആൾക്കാരോട് ഫോൺ ചോദിച്ചു. എനിക്ക് കുറേ പേരോട് എനിക്ക് ഒരാളെ തന്നുള്ളൂ, 3 ആൾക്കാർ തന്ന് ഫോൺ. പല സ്ഥലത്ത് വെച്ച് മലയാളീനെ കണ്ട് അയാളെ ഹെൽപ്പ് ചെയ്ത്. പക്ഷേ വഴി അറിയിക്കാത്തത് കൊണ്ട് നോവേ ഞാൻ
ഇപ്പം അന്വേഷിച്ച് നടക്കുകയാണ് 20-25 മറുപടി അടുത്ത്. ബട്ട് ഐ ഡോണ്ട് നോ വേർ ദിസ് നടക്കുക എന്നിട്ട് എന്തോരം നടക്കണം എന്നാണ്. അവിടെ ഒരു പോലീസുകാരനോട് പിന്നെയും ചോദിച്ച് അയാളോട് അങ്ങോട്ടുന്ന്, വേറൊരാളുടെ ചോദിച്ചപ്പോൾ ഇങ്ങോട്ടുന്ന്. എനിക്കറിഞ്ഞൂടെ ഞാൻ എങ്ങോട്ടാണ് പോണേന്ന്. ഞാനിവിടെ എത്ര മണിക്ക് 6 മണിക്ക് കണ്ടിട്ട് വന്നതാണ്. 6 മണിക്ക് വന്നിട്ട് ഇപ്പോൾ സമയം 8 മണിയായി. എന്നെ നടത്തിപ്പോഴും തീർന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സഫ മറവയും കണ്ടുപിടിച്ചു കുറേ നേരത്തെ ട്രാവലില്ല നടത്തതിന് ശേഷം. ഓ ഞാനൊരു കില്ലോടി തന്നെ. ഞാൻ മറവയിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എത്തിച്ചത് സഫയിലാണ്. കുഴപ്പമൊന്നുമില്ല, സന്തോഷം മാത്രം. കുഴപ്പമില്ല, എനിക്ക് ഈ മറവിലേക്ക് നടക്കാനല്ലേ ഉള്ളൂ. ഞാൻ ഇത്ര നടന്നൊരു 10% പോയി നടക്കണ്ടെന്നുള്ള സന്തോഷമാണ്. ബട്ട് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ വഴി തെറ്റി പോവാ, മിസ്സിങ് ആവാ. ഭയങ്കര തിരക്കാണ്, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുറത്ത് ഇങ്ങനെയാണെങ്കിൽ അകത്ത് എന്തായിരിക്കും. ഞാൻ വിചാരിച്ചതല്ല, പിന്നെ എനിക്ക് പേടിയായി. അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്ത് എൻ്റെ പേടി ബാലൻസ് ആക്കാൻ വേണ്ടി. ഭയങ്കര തിരക്കാണ്. സോ നമ്മൾ മസ്റ്റേഡ് നമ്മൾ അവിടെ നിന്ന് പുറത്തായി, മീൻസ് ഇറങ്ങി. ഇനി റൂമിലേക്ക് ഒറ്റയ്ക്ക് പോവാം. റൂമിലേക്ക് പോകാനുള്ള വഴി അറിയാവുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു പ്രാവശ്യം വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അൽഹംദുലില്ലാഹ്. ക്ലോക്ക് ടവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മിസ്സായത് വന്ന തിരക്കാണ്. ഇനി നമുക്ക് ആ അറ്റത്തെങ്ങാണ്ടാണ് നമ്മുടെ ഹോട്ടല്. പക്ഷെ അവിടെ വരെ നടക്കണം. പിന്നെ ഇവിടെ ട്രാഫിക്കും നല്ല അടിപൊളി ട്രാഫിക് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ട്രാഫിക് ഉണ്ട്. ക്രോസും പോലെ ആക്കാൻ പറ്റണ്ടായില്ല. കുറേ നേരം എടുത്തിട്ടാണ് ക്രോസ് ആക്കിയത്. ഇനി കുറേ നടക്കണം. ഇപ്പം സമയം 8:30 ആവാറായി. ഇനി റൂമിൽ എത്തുമ്പോൾ 8:45 ആവുമായിരിക്കും. 8:45 കൂടുതൽ എടുക്കുമായിരിക്കും. വണ്ടി മേളിൽ കൂടി പോകേണ്ട സൗണ്ടാണ്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് കാലൊക്കെ വേദനെടുക്കുന്നുണ്ട്. അള്ളാ, ഞാൻ ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 6 മണിക്ക് കണ്ട് 6 മണിക്ക് മുമ്പ് റൂമിൽ ഇറങ്ങിയതാണ്. അപ്പം തുടങ്ങിയ നടത്തുവരുന്നില്ല, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറച്ചും കൂടി ഉണ്ട് റൂമിലേക്ക്. ക്ലോക്ക് ടവറാണ് അവിടെ കാണുന്നത്. ബ്രിഡ്ജാണ് മേളിൽ കൂടി, കാരണം ഞാൻ കാണാൻ വെച്ചുള്ള ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ നടന്ന് റൂമിൽ എത്താൻ പോവേണ്. അങ്ങനെ അല്ലെങ്കിൽ പിടിച്ചോണ്ടോ ഇല്ലാലേ. അങ്ങനെ ഞാൻ ഇവരെ കണ്ടുപിടിച്ച് ഞാൻ നോക്കിയപ്പോൾ ഒരു 2 താത്തമാരും ഒരു ചെറുക്കനും കൂടി നടക്കണ്. ഇവരെവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ബ്രോവും എൻ്റെ മമ്മിയും ഗ്രാൻഡ്മയായിരുന്നു. അതാ പിന്നെ കുറേ നടന്ന് അവസാനം ഞാൻ ഇത്രയും വരെ ഞാനിവിടെ എത്തി. അപ്പോൾ അത്രയുള്ള വീഡിയോ, അപ്പോൾ അടുത്ത വീഡിയോ കാണാതിരിക്കും. ബൈ.